എല്ലാവർക്കും KM TV കർണാട്ടിക് കീബോർഡ് ലെസൺ 21 സ്വാഗതം. ഞാൻ അജയ് കുമാർ ജി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ദാട്ട് വരിശയിലെ 5ാമത്തെ വരിശയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ 1-2 ഗാനങ്ങൾ ഇട്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു അതെല്ലാം നിങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉപരി ഈ എക്സസൈസുകൾ നിങ്ങൾ പഠിക്കണം. ഇത് നിങ്ങളുടെ വിരലിൻ്റെ ഫ്രീ മൂവ്മെൻറ്റിന് ഒരുപാട് സഹായിക്കുന്നതാണ് ഈ എക്സസൈസുകൾ. അതുകൊണ്ട് ദയവായിട്ട് ഇത് പഠിക്കണം. അപ്പോൾ നമുക്ക് 5ാമത്തെ വരിശയിലേക്ക് പോകാം. അപ്പോൾ 5ാമത്തെ വരിശയിലേക്ക് നമുക്ക് പോകാം. ദാട്ട് വരിശകളിലെ 5ാമത്തെ വരിശ. രാഗം മായാമാളവ ഗൗളയാണ്. ആ രാഗത്തിൽ ഇത് വായിക്കണം. അപ്പോൾ നമുക്ക് 1ാമത്തെ ലൈൻ നോക്കാം. സാരി സാ ഗ രി ഗ രി മ സാ മ ഗ രി സാ രി ഗ മ സാ ഒന്നുകൂടെ ഞാൻ വായിക്കാം. സാ രി സാ ഗ രി ഗ രി മ സാ മ ഗ രി സാ രി ഗ മ. 2ാമത്തെ ലൈൻ രി ഗ രി മ ഗ മ ഗ പ രി പ മ ഗ രി ഗ മ പ. അപ്പോൾ അതൊന്ന് വായിക്കാം നമുക്ക്. രി ഗ രി മ ഗ മ ഗ പ രി പ മ ഗ രി ഗ മ പ. ഒന്നുകൂടെ. മൂന്നാമത്തെ ലൈൻ ഗ മ ഗ പ മ പ മ ധ ഗ ധ പ മ ഗ മ പ ധ ഗ മ ഗ പ മ പ മ ധ. ഇവിടെ ഫിംഗർ നമുക്ക് തിരിക്കേണ്ടി വരും. അപ്പോൾ അവിടെ വായിക്കേണ്ടത് ഗ മ ഗ മ ഗ പ മ പ മ ധ ഗ ധ പ മ ഗ മ പ. ഇതേ പായ്തായി ഒരേ വിരലുകൊണ്ട് വായിക്കണം. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഗ മ ഗ പ മ പ മ ധ. അത് കഴിഞ്ഞ് ഗ ധ പ മ ഗ മ പ ധ. അപ്പം 3ാമത്തെ ലൈൻ ഗ മ ഗ പ മ ധ ഗ ധ പ മ ഗ മ പ ധ. അപ്പോൾ വായിക്കാം നമുക്ക്. ഗ മ ഗ പ മ പ. ഒന്നുകൂടെ. ഗ മ ഗ പ മ പ മ
ഗ മ ഗ പ മ പ മ ധ ഗ ധ പ മ ഗ മ പ ധ. പതുക്കെ വായിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കണം. അതിന് വേണ്ടിയാണ് പതുക്കെ വായിച്ചു തരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ലൈനിലേക്ക് പോവാം. മ പ മ ധ പ ധ പ നി മ നി ധ പ മ പ ധ നി മ പ മ ധ പ ധ പ നി മ നി ധ പ മ പ ധ നി. ഒരിക്കൽ കൂടെ വായിക്കാം അത്. മ പ മ ധ പ ധ പ നി മ നി ധ പ മ പ ധ നി. അടുത്ത ലൈൻ. പ ധ പ നി ധ നി ധ സ പ സ നി ധ പ ധ നി സ പ ധ പ നി ധ നി ധ സ പ സ നി ധ പ ധ നി സ. ഒന്നുകൂടെ. പ ധ പ നി ധ നി ധ സ പ സ നി ധ പ ധ നി സ. അപ്പം നമ്മൾ മേൽസ്ഥായി, അതായത് താരസ്ഥായിൽ സായി ചെന്നു. ഇനി അവിടുന്ന് താഴേക്ക് വരും. സ നി സ ധ നി ധ നി പ സ പ ധ നി സ നി ധ പ. അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക്. സ നി സ ധ. ഒന്നുകൂടെ. സ നി സ ധ നി ധ നി പ സ പ ധ നി സ നി ധ പ. ഒന്നുകൂടെ വായിക്കും ഞാനത്. സ നി സ ധ നി ധ നി പ സ പ ധ നി സ നി ധ പ. അടുത്ത ലൈൻ. നീ ധ നീ പ ധ പ ധ മ നീ മ പ ധ നീ ധ പ മ നീ ധ നീ പ ധ പ ധ മ നീ മ പ ധ നീ ധ പ മ. ഒന്നുകൂടെ. നീ ധ നീ പ ധ പ ധ മ നീ മ പ ധ നീ ധ പ മ. അടുത്ത ലൈൻ. ധ പ ധ മ പ മ പ ഗ ധ ഗ മ പ ധ പ മ ഗ ധ പ ധ മ പ മ പ ഗ ധ ഗ മ പ ധ പ മ ഗ. ഈ ഗ വായിച്ചു കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ഫിംഗർ ഈ 5+3 പാറ്റേണിൽ വരും. അപ്പം അടുത്ത ലൈൻ. പ മ പ ഗ മ ഗ മ രി പ രി ഗ മ പ മ ഗ രി പ മ പ ഗ
അടുത്ത ലൈൻ മാ ഗ മാരി ഗരി ഗ സ മാ സാരി ഗ മാ ഗരി സ മാ ഗ മാരി ഗരി ഗ സ മാ സാരി ഗ മാ മാഗരീസ. അവിടെ ഒരു തെറ്റെനിക്ക് വന്നു. ഒന്നുകൂടെ ഞാൻ കറക്റ്റായിട്ട് വായിച്ചു തരാമത്. മാഗ മാരി ഗരി ഗസ മാസാരി ഗ മാഗരീസ. ഇങ്ങനെ നിങ്ങൾ ഇത് വായിക്കണം. അതിനുശേഷം പിന്നെ വായിക്കുമ്പോൾ ചില സ്പീഡ് കൂട്ടണം. സാരി 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 ഗരി മ സാമഗരി സാരി ഗ മ. ഈ രൂപത്തിൽ ഇത് വായിച്ചു പോകണം. അങ്ങനെ മാക്സിമം സ്പീഡ് എത്തിക്കാമോ അത്രയും നിങ്ങൾ എത്തിക്കുക. പിന്നെ ഈ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കണ്ട് നല്ല രീതിക്ക് ഇത് വായിക്കുക. നിങ്ങളുടെ ഫിംഗർ ഓട്ടോമാറ്റിക്കായിട്ട് ആ നിലയിലേക്ക് വരും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതിലൊക്കെ ഉപരി നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു ലെസണോടുകൂടി ദാട്ടുവരിശ തീരും. അത് കഴിഞ്ഞാൽ പിന്നെ താള അലങ്കാരങ്ങളാണ് നമ്മൾ പഠിക്കുക. അത് 7 എണ്ണമുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഗീതത്തിലേക്ക് കാണാം. അപ്പോൾ പിന്നീട് കുറേ രസങ്ങളൊക്കെ കാണി. എന്നാലും ഗീതത്തിലേക്ക് കടന്നാലും വർണ്ണത്തിലേക്ക് കടന്നാലും കീർത്തനത്തിലേക്ക് കടന്നാലും നിങ്ങൾ ഈ ബേസിക് എക്സസൈസുകൾ ദിനവും ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സുമായി കാണുന്നിടം വരെ ഞാൻ അജയകുമാർ ജി നിങ്ങളോടെല്ലാം തൽക്കാലത്തേക്ക് വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.